നല്ല പ്ലം കേക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് കാണാം. നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. നമുക്കിത് കത്തിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ബ്രൗൺ ഷുഗറാണ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതേപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിക്കണം കേട്ടോ. നീതി ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചത്. ഇനി ഇത് വറ്റി ഒരു സിറപ്പിൻ്റെ രൂപത്തിലായി വരട്ട്. കണ്ടില്ലേ, നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ഒരു സിറപ്പിൻ്റെ കട്ടിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ബട്ടറാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 300 ഗ്രാം കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ മുന്തിരി ഇടുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടിടുന്നതാവും നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കത്തിച്ചു കൊടുത്ത് ബട്ടറൊക്കെ ഒന്ന് ഉരുകി മുന്തിരിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് വരട്ടെ. ഇത് നമുക്കൊരു 7 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ മുന്തിരി അങ്ങനെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതൊക്കെ ആദ്യം ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ചൂടാറി വരും. അതിന് വേണ്ടിയാണ് ഇത് ഫസ്റ്റിൽ ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി നമുക്കൊരു ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ 2-3 കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 5 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പൗഡർ പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 മുട്ടയും ഒഴിച്ചു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് കലക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, മുട്ടയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കയും പട്ടയും ഗ്രാമ്പും ഇട്ട് അടിച്ചത് കൊണ്ട് ഭയങ്കര മണമാണ് കേട്ടോ. ഇനി നമുക്കിതിൽ 2 കപ്പ് മൈദ മാവും കൂടി ചേർക്കാം. 250 ml കപ്പാണ്, അതിൽ 2 കപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലൊരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. മാറിപ്പോകണ്ട, വ്യത്യാസമുണ്ട് രണ്ടെണ്ണത്തിനും. ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മുട്ടയും മൈദപ്പൊടിയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച മുന്തിരിയും ബട്ടറും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതേപോലെ ഒരു സിറപ്പിൻ്റെ രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതുകൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം പാടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അത് കണ്ടില്ലേ, ഇത്ര കട്ടി വേണം. ഇതുപോലെ ഇത്രയും കട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഇളക്കിയാൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് നല്ല പാകം.
ഇനി നമുക്ക് കേക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒന്ന് നല്ല സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് വിതറി കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഫ്രൂട്ടിയും കൂടി വിതറി കൊടുക്കാം. ഞാനിവിടെ കേക്ക് വെക്കുന്നത് ഓവനിലൊന്നുമല്ല മക്കളെ, ഇതേപോലത്തെ ഒരു ചെറിയ ചെമ്പട്ടിയിലാണ് വെക്കണത് കേട്ടോ. ഈ ചെമ്പട്ടിയിൽ ഞാൻ ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. നമുക്കിനി ഇതൊരു മീഡിയം തീയിൽ ഒരു 1.25 മണിക്കൂർ തീ വെച്ച് വേവിച്ചെടുക്കാം. മക്കളെ ഇത് എങ്ങനെ വേവിക്കാന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന പാത്രവും ഉപ്പും ഇട്ട് നല്ല ഒരു 15 മിനിറ്റ് നല്ല ചൂടാക്കി എടുക്കുക. ഉപ്പും ചൂടാവണം, പാത്രവും ചൂടാവണം. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ പാത്രം അതിൽ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ മീഡിയം ലെവലിൽ കത്തിക്കുക. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല പൊന്തി വന്നിട്ടുണ്ടാവും. എന്നിട്ട് വേണം 3/4 മണിക്കൂർ ചെറിയ തീയിൽ കത്തിക്കാൻ. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുകയും വേണം. ഇപ്പം നമ്മൾ കേക്ക് വെച്ചിട്ട് 1.25 മണിക്കൂറായി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അയവ കണ്ടില്ലേ പൊന്തി വന്നിക്കണത്. 4 വശത്ത് ഒരു കളറൊക്കെ വന്നിട്ട് കണ്ടില്ലേ. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് കുത്തി നോക്കാം. അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് വെന്തിട്ടില്ലെങ്കിൽ ഈർക്കിലിയിൽ നനവുണ്ടാവും. ഇപ്പോൾ ഒരു നനവും ഇല്ല കണ്ടില്ലേ. അപ്പോൾ വെന്ത് നമ്മളെ കേക്ക് ഇനി എടുക്കാം. ഇനി നമ്മുടെ കേക്ക് ഇവിടെ നിന്നൊന്ന് ചൂടാറട്ടെ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് ചൂടാറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ലേശം ഇതിൻ്റെ മേലെ അങ്ങനെ പുരട്ടി കൊടുക്കാം. വെറുതെ ഒരു ഭംഗിക്കാണേ, ഒരു തിളക്കം കിട്ടാനാണ് കേട്ടോ മക്കളെ. കണ്ടില്ലേ, പച്ചവെള്ളം തേക്കരുത് കേട്ടോ അത് വെച്ചിട്ട്. ഇനി നമ്മുടെ കേക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അയ്യവാ, ഇത് കണ്ടില്ലേ മക്കളെ, മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നിറഞ്ഞിരിക്കണ് കണ്ടില്ലേ. അയ്യവാ, എന്താ കളറ്. മക്കളെ ഈ കേക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.